നശിക്കാത്ത ദിവ്യകാരുണ്യവും അതിലൂടെ നടന്ന കർഷകനും 1222 നെതർലൻഡിലെ മീർസൻ അവിടുത്തെ ബെനഡിക്റ്റേൻ സന്യാസിമാരുടെ മേൽനോട്ടത്തിലുള്ള ദേവാലയത്തിൽ ഒരു ഞായറാഴ്ച ദിവ്യബലി സമയത്ത് തിരുവോസ്തി വാഴ്ത്തി ഉയർത്തിയ സമയത്ത് തിരുവോസ്തിയിൽ നിന്ന് രക്തം ധാരധാരയായി താഴേക്ക് വീഴാൻ തുടങ്ങി. അൾത്താരവിരി തിരുരക്തത്താൽ നനഞ്ഞു. ഈ അത്ഭുത തിരുവോസ്തിയും തിരുരക്തം പുരണ്ട അൾത്താരവിരിയും ദേവാലയത്തിലെ പ്രത്യേക അൾത്താരയിൽ ആരാധിച്ച് വണങ്ങി. 1465 ബർഗണ്ടിയിലെ രാജാവായ ഫിലിപ്പ് ഈ ദേവാലയത്തിന് തീയിട്ടു. ദേവാലയം ആളിക്കത്തി. അപ്പോൾ ഒരു കർഷകൻ തീയിലൂടെ കടന്ന് അത്ഭുത തിരുവോസ്തി അടക്കം ചെയ്തിരുന്ന അരുളിക്ക യാതൊരു കേടുപാടും കൂടാതെ പുറത്തു കൊണ്ടുവന്നു. ചെറിയൊരു പൊള്ളൽ പോലും കർഷകനും ദിവ്യകാരുണ്യത്തിനും ഏറ്റില്ല. AD 1500 ഈ ദേവാലയം പുനർനിർമ്മിച്ചു. അത്ഭുത തിരുവോസ്തിയും തിരുരക്തം വീണ അൾത്താരവിരികളും പ്രതിഷ്ഠിക്കാൻ ഒരു ദിവ്യകാരുണ്യ ടവറും പണി കഴിപ്പിച്ചു. നെതർലൻഡിലെ പ്രധാന തീർത്ഥാടന കേന്ദ്രമായി ഈ ബസിലിക്ക ഇന്നും നിലകൊള്ളുന്നു. കുർബാനയുടെ തിരുനാളുകളിൽ എല്ലാ വർഷവും ഈ തിരുവോസ്തി വഹിച്ചുകൊണ്ട് പ്രദക്ഷിണം നടത്തിവരുന്നു. ദിവ്യകാരുണ്യ സ്നേഹത്താൽ അഗ്നിയിലൂടെ കടന്ന് ദിവ്യകാരുണ്യമെടുക്കാൻ പോയ സാധു കർഷകന് പ്രത്യേക അനുഗ്രഹം നൽകിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, ദിവ്യകാരുണ്യ ഭക്തി പ്രചരിപ്പിക്കുന്നവരെയും ദിവ്യകാരുണ്യത്തെ സ്നേഹിക്കുന്നവരെയും അങ്ങേ ശക്തിയാൽ നയിക്കണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ കുർബാനയുമായി ബന്ധപ്പെട്ട വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.